റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 416. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബി അല്ലദീന ഹും അഹ്ലുസ് സിദ്ഖി വൽ വഫാ അമ്മാ ബഅദ്. വൗസിക്കും ഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ടവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ പ്രാധാന്യമർഹിക്കുന്ന ഒരുപാട് ദിവസങ്ങളാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയത്. പരിശുദ്ധ ബദർ വല്ലാത്തൊരു ഓർമ്മയായി ഈ വിശുദ്ധമായ മാസത്തിലും നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. ബദർ അതൊരു സമര പോരാട്ടത്തിൻ്റെ വല്ലാത്ത ഓർമ്മകളാണ് നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ബദറിനെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി ഞാൻ ഈ വിഷയം പങ്കുവെക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് സംബന്ധമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബദർ യഥാർത്ഥത്തിലൊരു യുദ്ധത്തിൻ്റെ പേരാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ പല വിധേന പല രീതികളിലുള്ള വ്യാഖ്യാനവും നൽകിക്കൊണ്ട് വർത്തമാനകാലത്ത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ബദറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ വസ്തുതയും എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇതൊരു മതകീയമായ മുഖമുദ്രയായി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു ലേബിളായി, ഇസ്ലാമിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായി ബദറിനെ പലപ്പോഴും പല രീതികളിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ എപ്പോഴാണ് യഥാർത്ഥത്തിൽ ബദർ ഉണ്ടായത്? എന്താണ് ബദർ നൽകുന്ന സന്ദേശം? അള്ളാഹുവിൻ്റെ വിശുദ്ധ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം നൂറ്റാണ്ടിൽ അന്ധകാര നിബിഡമായ ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ നിയുക്തനാകുന്നത്. 6-ാം നൂറ്റാണ്ടിലെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ തന്നെ വിശേഷിപ്പിച്ചത് അതൊരു ഇരുണ്ട ഒരു യുഗമാണ്, ഒരു കറുത്ത ഒരു കാലഘട്ടമാണ്. ഈ കറുപ്പ് അല്ലെങ്കിൽ ഈ ഇരുള്, ഈ തമസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേവലം ഒരു അന്ധകാരത്തെക്കുറിച്ചുള്ള ഒരു വാക്യമല്ല. ഇവിടെ ഈ ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കപ്പെടേണ്ടത് അത് മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ ആ വിശുദ്ധമായ വെളിച്ചത്തിന് അപ്പുറത്തുള്ള ഒരു ജീവിത കാലഘട്ടമാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു കറുത്ത കാലഘട്ടം എന്ന് പറയുന്നത്. അല്ലാതെ സൂര്യൻ പുറത്തേക്ക് വരാതെ എല്ലായ്പ്പോഴും ആകെ ഇരുള് വ്യാപിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന നന്മകളുണ്ട്, ഒരുപാട് മാനവിക മൂല്യങ്ങളുണ്ട്, മനുഷ്യത്വ സമീപനങ്ങളുണ്ട്. ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ ഇതൊന്നും കാണാത്ത ഒരു കാലഘട്ടം ഒന്ന് സങ്കല്പിച്ച് നോക്ക്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് തിന്മകളും ഒരുപാട് അനാശ്വാസ അശ്ലീല പ്രവർത്തനങ്ങളുമൊക്കെ അരങ്ങ് വാഴുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ പോലും അതിൽ നിന്നപ്പുറം നന്മകൾ ചിന്തിക്കുന്ന ഒരുപറ്റം ആളുകളെങ്കിലുമുള്ള
ഒരു യുഗത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ 6-ാം നൂറ്റാണ്ട് ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു. ആ വ്യത്യസ്തമെന്ന് പറയുമ്പോൾ 1-2 ഉദാഹരണങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഉമ്മാക്ക് നമ്മൾ ആദരവ് നൽകുന്നു. നമ്മുടെ അമ്മയെ നമ്മൾ ആദരവോടെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്നു. നമ്മുടെ പിതാവിനും തത്തുല്യമായ ഒരാദരവ്, ഒരു ബഹുമാനം നമ്മുടെ കാലഘട്ടങ്ങളിൽ നമുക്കിത് നൽകാൻ കഴിയുന്നു. എന്നാൽ 6-ാം നൂറ്റാണ്ട് ഞാനീ പറഞ്ഞ ഈ ഡാർക്ക് ഏജ് യുഗം എന്ന് പറയുന്ന ഈ കറുത്ത യുഗത്തിൽ അവിടെ ഒരു പക്ഷേ മനുഷ്യരുടെ ലൈംഗിക താല്പര്യങ്ങളുടെ ഒരിരയായി സ്വന്തം മാതാവ് പോലും മാറിപ്പോകുന്ന അല്ലെങ്കിൽ മാറിപ്പിഴേണ്ട ഒരു കാലഘട്ടം അതായിരുന്നു ആ ഒരു കാലഘട്ടം. മനുഷ്യരുടെ കാമവെറിക്ക് മുന്നിൽ മാതാവോ മകളോ സഹോദരിയോ ഒന്നും വ്യത്യാസമില്ലാതെ, പൈശാചികത എന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ മൃഗീയത എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും പ്രതിഷേധിക്കും. അത്രമേൽ ഭയാനകമായ വികൃതമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദിൻ്റെ വിശുദ്ധമായ പ്രചരണവുമായി മുന്നോട്ട് വന്നത്. അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ തിന്മകളിൽ നിന്ന് മനുഷ്യനെ നന്മകളിലേക്ക്, അശാന്തിയിൽ നിന്ന് ശാന്തമായ ലോകത്തേക്ക്, അരാജകത്വത്തിൽ നിന്ന് മാനുഷിക ധർമ്മ മൂല്യ ജീവിതത്തിൻ്റെ മഹനീയതയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആളുകളെ ക്ഷണിച്ചു. ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അങ്ങ് പുറപ്പെടുവിപ്പിക്കാൻ വേണ്ടിയാണ് ജനങ്ങളെ. മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അതിനാണ് ഖുർആൻ, അതിനാണ് പ്രവാചകൻ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, കൂരാക്കുരുളുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആളുകളെ വഴി നടത്താനാണ് ഈ പ്രവാചകൻ്റെ ആഗമനം വന്നത്. അതിനാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അങ്ങനെ പ്രവാചകൻ ആ ഒരു സത്യം സമൂഹത്തിന് മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അധാർമികതയുടെ അന്ധകാരത്തിലേക്ക് ആണ്ടുപോകുന്ന അരാജകത്വത്തിൻ്റെ ഒരു ദുരന്ത കാലഘട്ടത്തിൽ നിന്ന് ധർമ്മ മൂല്യ ജീവിതത്തിൻ്റെ മഹനീയതയിലേക്ക് വരാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആളുകളെ ക്ഷണിച്ചു. അവർക്ക് മനുഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. മാതാവ് കേവലം ഒരു സ്ത്രീ എന്ന തലത്തിൽ മാത്രമല്ല അവർ കാണേണ്ടത്. അള്ളാഹു കഴിഞ്ഞാൽ, ആരാധ്യർ കഴിഞ്ഞാൽ ആദരിക്കപ്പെടേണ്ടവരാണ്. ലോകത്ത് അതുവരെ ആരും പറയാത്ത വാക്യങ്ങൾ പരിശുദ്ധ പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. അനിഷ്കുർലി വലിവാലിദൈക്, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണേ. കൂടെ പറഞ്ഞു നിന്റെ മാതാപിതാക്കൾക്കും. അപ്പോൾ മാതാവിൻ്റെ സ്ഥാനം, അതുപോലെ തന്നെ സഹോദരിക്കുണ്ടാകേണ്ട, അവർക്ക് നൽകേണ്ട ആദരവ്, സ്ത്രീക്ക് പൊതുവെ നൽകേണ്ട മഹത്വം, ഏത് കാലഘട്ടത്തിലാണിത് പറയുന്നത് എന്നോർക്കണം. ഖുർആൻ പറഞ്ഞല്ലോ, ജനിച്ചത് പെൺകുഞ്ഞാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ കോപത്താൽ മുഖം തൊടുത്തുകൊണ്ട് ആ പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടുകയോ അതല്ലെങ്കിൽ അവളെ വെട്ടിക്കൊലപ്പെടുത്തുകയോ ചെയ്യാൻ യാതൊരു വൈമനസ്സുമില്ലാത്ത വളരെ വികൃതമായ 6-ാം നൂറ്റാണ്ടിലെ അധമന്മാരായ ആളുകൾക്ക് മുന്നിലാണ് ലോകത്തിൻ്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യത്വ മൂല്യങ്ങളുടെ പ്രചാരകനായി, അതിൻ്റെ പ്രബോധകനായി കടന്നു വന്നത്. സത്യത്തിൻ്റെ സരണിയിലേക്ക് ആളുകളെ ക്ഷണിച്ചു. എന്നാൽ സത്യത്തിന് എപ്പോഴും ശത്രുക്കളാണ് ആദ്യമേ ഉണ്ടാവുക. മക്കയിലും അത് തന്നെ സംഭവിച്ചു. കുറേ ആളുകൾ പ്രവാചകനെതിരായി, പ്രവാചകത്വത്തിനെ നിഷേധിച്ചു, അള്ളാഹുവിൻ്റെ റസൂലിനെ ധിക്കരിക്കാൻ തുടങ്ങി. ചരിത്രം വളരെ വിശാലമാണ്, ഞാൻ ആ ഭാഗത്തേക്കെല്ലാം പോകാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിൽക്കക്കള്ളിയില്ലാതെ ത്വായിഫിലേക്ക് പോലും നാട് വിടേണ്ടി വന്നു. തൻ്റെ അമ്മാവന്മാരെ പ്രതീക്ഷയോടെ ചെന്ന് കാണാൻ ആ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ത്വായിഫിലേക്ക് പ്രവാചകൻ പോയത്. അവിടെയും നേരത്തെ മക്കയിൽ എന്താണ് ഉണ്ടായിരുന്നത് അതിനേക്കാൾ വല്ലാത്ത പ്രയാസം നിറഞ്ഞ ഒരു സമീപനമാണ് ത്വായിഫുകാർക്കും പ്രവാചകനോട് ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെ മറ്റൊരു സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയോടെ
മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. അങ്ങനെ മദീനയിൽ താമസിച്ച് വരവെയാണ് ബദർ എന്ന് പറയുന്ന യുദ്ധം ഉണ്ടാകുന്നത്. ഞാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞു. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണേ, ഈ യുദ്ധം ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധമായിരുന്നില്ല. മറിച്ച് ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം എന്താണ്? മക്കക്കാരായ ആളുകൾ അവരുടെ വീടുകളിൽ അവർ സംഭരിച്ചു വെച്ച സമ്പത്ത് അത് മുഴുവൻ ഒരു ഷെയർ മാർക്കറ്റിൻ്റെ പേരിൽ കൊള്ളയടിക്കപ്പെടുന്നു. അതുമായി അബൂ സുഫിയാനും കുറഞ്ഞ ആളുകളും അവിടെ നിന്ന് ഷാമിലേക്കും മറ്റും കൊണ്ടുപോയി വൻ ബിസിനസ് നടത്തി അതിൻ്റെ ലാഭങ്ങൾ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി ആ ആയുധങ്ങളെ കൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് മക്കയിൽ ഖുറൈശികൾ ബിസിനസ് പ്ലാൻ ചെയ്തതും അബൂ സുഫിയാനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതും. അങ്ങനെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലാണ് വലിയ ഒരു സമരം യഥാർത്ഥത്തിൽ ഇങ്ങനെ കൊള്ളയടിച്ച് ഖുറൈശികളായ ആളുകളുടെ സമ്പത്ത് കൊള്ളയടിച്ച് അവർ അവിടെ നിന്ന് കച്ചവടത്തിന് കൊണ്ടുപോയി. ഈ വിവരം അറിഞ്ഞപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വത്ത് അത് ബിസിനസ് ചെയ്ത് അതിൻ്റെ ലാഭം തങ്ങൾക്ക് നേരെ തന്നെ വിനിയോഗിക്കാൻ പോകുന്നുവെന്ന തിരിച്ചറിവിലാണ് അതിന് പ്രതിരോധിക്കുക. ആ ബിസിനസ്സിൻ്റെ മുതലുമായി അവർ തിരിച്ചു പോകാൻ പാടില്ല, തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട വിഹിതങ്ങളെങ്കിലും എടുക്കണമെന്ന ലക്ഷ്യത്തോടെ തന്നെ അനുയായികളുമായി പുറപ്പെടുന്നത്. ഇവിടെ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം, ബദറിലേക്ക് പോയ സ്വഹാബിമാരുടെ എണ്ണം വളരെ അങ്കുലി പരിമിതമാണ്. ഇനി പോയ ആളുകൾ തന്നെ ആയുധബലമോ മറ്റോ ഒന്നുമില്ല, കേവലം പൊട്ടിയ വാളും ഒട്ടിയ വയറും എന്ന് പറയലാണ് ഏറെ ഉചിതം. ആ രീതിയിലുള്ള കുറഞ്ഞ ആളുകൾ പ്രവാചകരോട് കൂടെ മാർച്ച് ചെയ്യുന്നു. എന്നാൽ ബദറിലെത്തിയതോ ആയിരക്കണക്കിന് വരുന്ന സർവ്വസന്നാഹത്തോടു കൂടെ സർവായുധരായി വന്ന ഖുറൈശികളായ ആളുകളും. അപ്പോൾ ഇവരോട് യുദ്ധം ചെയ്യുക എന്നത് ഇസ്ലാം ഒരിക്കലും അങ്ങോട്ട് യുദ്ധം ആഗ്രഹിച്ച് കുറേ ആളുകൾ അങ്ങോട്ട് ചെന്ന് വധിച്ച് ചെയ്ത ഒരു യുദ്ധം അതായിരുന്നില്ല ബദർ. മറിച്ച് ഇങ്ങനെ സംഘടിച്ചു വന്ന ആളുകൾ അവരിൽ നിന്ന് രക്ഷപ്പെടണം, സ്വയരക്ഷാർത്ഥം പ്രതിരോധിക്കണം. ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ബദർ എന്ന് പറയുന്ന സമരം പരിശുദ്ധമായ റമദാൻ 17 സംഭവിച്ചത്. ആ ബദറിൻ്റെ ഓർമ്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും അതങ്ങനെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ബദർ നൽകുന്നതിൻ്റെ സന്ദേശം അതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധമായ റമദാനു ഷരീഫ്, ഈ റമദാനു ഷരീഫിൽ എൻ്റെ ബഹുമാന്യരായ സഹോദരങ്ങളോട്, വിശിഷ വളർന്നു വരുന്ന എൻ്റെ ചെറുപ്പക്കാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ബദർ 1400 വർഷങ്ങൾക്ക് മുമ്പ് ബദറിൽ പങ്കെടുത്ത രക്തസാക്ഷികൾ വലിയ പ്രതിഫലങ്ങളുമായി പോകുമ്പോൾ വളരെ പിറകിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും അങ്ങനൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. പക്ഷേ എങ്കിലും നിരാശപ്പെടാതെ അതാത് കാലഘട്ടങ്ങളിൽ നന്മയുടെ സന്ദേശവാഹകരായി വിശുദ്ധ പ്രവാചകൻ്റെ നിർദ്ദേശം എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയുമോ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നേറിയാൽ തീർച്ചയായും കാരുണ്യവാനായ അള്ളാഹു നമ്മളെ സഹായിക്കും. അതുകൊണ്ട് എൻ്റെ ബഹുമാന്യരായ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ബദർ പോലെ ഒരുപാട് അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോയ ഈ വിശുദ്ധമായ റമദാൻ, ഈ റമദാൻ എല്ലാ സമയങ്ങളും വളരെ പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ കാരുണ്യവാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഞാൻ വിട ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.